ആശങ്ക പ്രകടിപ്പിച്ച സമയത്ത് ഒരു ജാഗ്രത കുറവുണ്ടായി എന്നത് ശരിയാണ്. അതുകൊണ്ട് ആ ഭാഗം ഞാൻ പിൻവലിക്കുകയും ഞാൻ ഈ ഭാഗത്ത് ഇതിൽ സമസ്താധ്യക്ഷനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ജിഫ്രിതങ്ങളൊക്കെ പറയാറുള്ളത് നമ്മുടെ മതപണ്ഡിതർ മതനേതാക്കളൊക്കെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം, മറ്റൊരാൾക്ക് പ്രശ്നം ഉണ്ടാകുന്ന തരത്തിൽ വാക്കുകൾ പ്രയോഗിക്കരുത് എന്നാണ്. അപ്പോൾ താങ്കൾ ഇന്നലെ ഉന്നയിച്ച ആ പറഞ്ഞ രീതി, ആ രീതി ഒരു പക്ഷേ പലർക്കും കൊണ്ടിട്ടുണ്ടാവില്ലേ? അതൊരു ഒരു മോശം പരാമർശമായിട്ട് തോന്നുന്നില്ല. വ്യക്തമാണ് ജിഫ്രി തങ്ങൾ പറയുന്ന കാര്യം. പറയുന്ന സമയത്ത് അത് വ്യക്തത, മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് എന്നത് സ്വാഭാവികമാണ്. തങ്ങളുടെ ആ ഭാഗം ഞങ്ങളുടെ നേതാവിൻ്റെ നിലപാടാണ്, ഞങ്ങളുടെ സംഘടനയുടെ നിലപാടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ജാഗ്രത കുറവ് ഇതിലുണ്ടായി. ഉദാഹരണം പറയാൻ പലതുമുണ്ട്. അത് രണ്ട് നേതാക്കന്മാരുടെ മക്കൾ തമ്മിലുള്ള വിവാഹമായി കാണിക്കണം എന്ന് പറയുന്നത് അതൊരു യോജിച്ച ഉദാഹരണമായില്ല. എല്ലാ ഉദാഹരണവും എല്ലാ സമയത്തും സൂട്ടാവില്ലല്ലോ. ഇത് ഈ ഉദാഹരണം ഈ ഭാഗത്ത് പറഞ്ഞപ്പോൾ ഇതിൽ സൂട്ടായില്ല. അങ്ങനെയാണ്, ചിലവലത് റെഡിയാവും ചിലവലത് റെഡിയാവില്ല. നാസർ ഫൈസി പറഞ്ഞ് ഇന്ത്യ ശരിയായിട്ടില്ല എന്നുള്ള എന്തൊരു ദുരവസ്ഥയാണ്. ഇവരെവിടെ പരിപാടി സംഘടിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. തെക്കിബീർ ആരവങ്ങളോടെ ഇന്നലെ നാസർ ഫൈസി നടത്തിയ പരിപാടി സ്വന്തം മണ്ടക്ക് തന്നെ വന്ന് അടിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പരിപാടി നല്ല നിലക്ക് സമാപിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിപ്പോൾ എന്തെല്ലാം ആരുടെയൊക്കെ സഹായങ്ങൾ തേടി ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് ഗാർഡിൻ്റെ സഹായം വരെ തേടിയതിൻ്റെ വോയിസ് ക്ലിപ്പുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ടു. നോക്ക് നിങ്ങൾ, സമസ്തയുടെ ഏതെങ്കിലും കീഴ്ഘടകങ്ങളുടെ ഒരു പരിപാടി വിജയിപ്പിക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ സഹായം തേടിയ ചരിത്രം ഈ ഭൂമിയിലുണ്ടാവും. എന്തെല്ലാം കോപ്രായങ്ങളാണെന്നാൽ പിന്നെ ആ ലീഗിൻ്റെ പേരിലങ്ങ് സംഘടിപ്പിച്ചാൽ പോരെ. സമസ്തൻ്റെ 100ാം വാർഷികത്തിൽ പറയേണ്ട പരാമർശങ്ങളാണോ ഇന്നലെ പറഞ്ഞിട്ടുള്ളത്? നാസർ ഫൈസിയുടെ പ്രസംഗം A to Z വരെ അപക്വമായ പ്രസംഗമായിരുന്നില്ലേ? ഇതിൽ വിവാദമായത് ഈ ഒരു പരാമർശവും അയാൾ പിൻവലിച്ചത് ഈ ഒരു പരാമർശവുമാണെങ്കിൽ ആ പ്രസംഗം മുഴുവനായിട്ട് പിൻവലിക്കേണ്ടതാണ്. അതിന് നാസർ ഫൈസി മുന്നോട്ട് വരണമെന്ന് ആവശ്യപ്പെടുകയാണ്. പിന്നെ നോക്ക് നിങ്ങൾ, എത്ര ആളുകളെ അവിടെ ഒരുമിച്ച് കൂട്ടി. ഈ ആളുകൾക്കൊക്കെ സാധാരണ സമസ്തയുടെ സമ്മേളനത്തിന് പോയി പരിചയമുള്ള ആളുകളാണ്. എത്ര റിസ്ക് എടുത്തിട്ടാണ് ആളുകൾ അവിടെ എത്തിയത്. പ്രസംഗിച്ച് വേദി വിട്ട് വീട്ടിലെത്തുന്നതിന് മുന്നേ പ്രസംഗം വിവാദമാകുകയാണ്. ഇതൊക്കെയാണ് കുരുത്തക്കേട് എന്ന് പറയുന്നത്. എന്താണ് അവിടെ ഇന്നലെ ആർക്ക് മുന വെച്ചുകൊണ്ടാണ് പറഞ്ഞത്? ആ മുന വെച്ചതൊക്കെ ഇന്ന് നേരെ തിരുത്തി പറയുകയാണ്. ഇന്ന് സയ്യിദുൽ ഉലമ എത്ര വട്ടം പറഞ്ഞെന്ന് ആ വേദിയിൽ നിങ്ങൾ കേട്ടോ? സമസ്തക്കെതിരെ മുന വെച്ച് പറയുന്ന സംസാരങ്ങളല്ലാതെ ജിഫ്രി തങ്ങളെ ഒന്ന് പുകയത്തുന്ന അല്ലെങ്കിൽ ഒന്ന് പറയുന്ന സംസാരങ്ങൾ നിങ്ങൾ കേട്ടോ? അതവിടെ പറയാൻ പറ്റൂല. അതാണ് അതിൻ്റെ സൈക്കോളജി. മനസ്സിലായോ? നേരം വെളുത്തപ്പോൾ നേരെ പടച്ചോൻ തിരിച്ചിട്ടില്ലേ? ഇതൊക്കെയാണ് സമസ്തൻ്റെ കറാമത്ത് എന്ന് പറയുന്നത്. ഇനി മാധ്യമങ്ങളോടാണ് പറയാനുള്ളത്. നിങ്ങളോട് എത്ര തവണ പറയണം? ഈ നാസർ ഫൈസി ഒന്നും സമസ്തയുടെ വാക്താവല്ല എന്ന് ജിഫ്രി തങ്ങൾ നിങ്ങളോട് നേരിട്ട് പറഞ്ഞതല്ലേ? അതിൻ്റെ വീഡിയോ ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്നും പ്രചരിക്കുന്നില്ലേ? നിങ്ങളോട് സ്വകാര്യം പറഞ്ഞതല്ലല്ലോ. നേരിട്ട് നിങ്ങളോട് പറഞ്ഞതിൻ്റെ വീഡിയോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പ്രചരിക്കുകയാണ്. നാസർ ഫൈസിൻ്റെ ഒന്നും സമസ്തൻ്റെ വാർത്തയായിട്ട് കൊടുക്കരുതെന്ന് ജിഫ്രി തങ്ങൾ നിങ്ങളോട് പറഞ്ഞല്ലേ? അന്ന് മുതൽ തുടങ്ങിയതാണ് ഇയാളുടെ കുരുത്തക്കേട്. അതിനുശേഷം പിന്നെ എന്തെങ്കിലും ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇയാൾ കൊടുത്തിട്ടുണ്ടോ? തൊട്ടതൊക്കെ വിവാദമാകല്ലേ? എന്നിട്ട് വീണ്ടും വീണ്ടും ഈ പിന്നെ ഏതെങ്കിലും ഒരു എരനെ കിട്ടുമ്പോഴത്തിന് തെറിച്ചതിനെയും മറിഞ്ഞു വീണതിനൊക്കെ കിട്ടുമ്പോഴേക്ക് അതിനെ എടുത്തിട്ട് സമസ്തൻ്റെ പെരടിക്ക് ഇടാൻ വേണ്ടി നിങ്ങൾ നിൽക്കരുത്. മാധ്യമങ്ങളോടാണ് പറയണത്. സമസ്ത അതിനെതിരെ, സമസ്ത വിവാദം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വാർത്ത കൊടുത്താൽ, സമസ്തൻ്റെ പേര് കൊടുത്താൽ, അല്ലെങ്കിൽ ജിഫ്രി തങ്ങളെ പേര് കൊടുത്താൽ ചിലപ്പോൾ റീച്ച് ഏറെ കിട്ടിയേക്കാം. പക്ഷേ നിങ്ങളുടെ ധാർമ്മികത, ഒരു മാധ്യമധർമ്മം എന്നുള്ളൊരു സംഭവമുണ്ട്. അത് മറന്നുകൊണ്ട് മാധ്യമപ്രവർത്തകർ മുന്നോട്ട് പോകരുത്. അതാണ് പറയാനുള്ളത്. എല്ലാ ചങ്ങായിമാരെ, ഈ ചങ്ങായിൻ്റെ ഒരു അവസ്ഥ നോക്കിയാണ് നിങ്ങൾ. ഇന്നലെ ജിഫ്രി തങ്ങൾ സമസ്തയുടെ 100ാം വാർഷികത്തിൻ്റെ പൈതൃക പരിപാടി എന്ന് പറഞ്ഞാണ് പണക്കാട് കൊണ്ടുപോയി വെച്ച പരിപാടിയിൽ ജിഫ്രി തങ്ങൾ എന്ന് പറഞ്ഞൊരു വാക്ക് ഉച്ചരിച്ചിട്ടില്ല. മനഃപൂർവ്വം മാറ്റി നിർത്തിപ്പെട്ടതാണ്. പരിപാടിക്ക് ക്ഷണിച്ചിട്ടുമില്ല, ഇതായിട്ടുമില്ല. അത് പോട്ടെ, അതുപോലെ പരിപാടിയായിട്ട് അങ്ങനെ കഴിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇന്ന് അതിന് നേരെ തിരിച്ച് വാക്കിൽ പേച്ചത് കൊണ്ട് ഇന്ന് 1000 വട്ടം ഈ വീഡിയോയിൽ ജിഫ്രി തങ്ങൾ ഞങ്ങളെ നേതാവ്, ജിഫ്രി തങ്ങൾ ഞങ്ങളെ നേതാവ് എന്ന്
പറയിപ്പിച്ചത്. ഇതൊക്കെ തന്നെയാണ് സമസ്തൻ്റെ എന്താ പറയുക കറാമത്ത് എന്ന് പറയുന്നതും, ഇതൊക്കെ തന്നെയാണ് നാക്കുവ എന്ന് പറയുന്നത്, കുരുത്തക്കേട് എന്ന് പറയുന്നതും. ആരെങ്കിലും തീവ്രവാദം പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചാണ്ട് സമസ്തൻ്റെ കൊടിയും വെച്ചാണ്ട് പരിപാടിയാണ്ട് വെക്കല, എന്നിട്ട് അത് തൊള്ളി തോന്നിയത് വിളിച്ചു തരല്ല. പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇത് ലീഗിൻ്റെ പരിപാടിയല്ല, പ്രമേയം പാസ്സാക്കാനും സാജി സരിയാനെതിരെ ഇത് പറയാനും ഇത് ലീഗിൻ്റെ പരിപാടി, അത് സമസ്തൻ്റെ പരിപാടിയാണ്. സമസ്തൻ്റെ കൊടിയും വെച്ചാണ് കുറേ കാലമായി നാസർ ഉണ്ണി ഈ പരിപാടിയായിട്ട് നടക്കണത്. സമസ്തൻ്റെ കൊടി വെച്ചാണ്ട് ഈ പരിപാടിയായിട്ട് നടക്കിയത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ലീഗിൻ്റെ പരിപാടി കയറിയാണ്ട് എന്ത് വേണമെങ്കിലും വെച്ച് പറഞ്ഞോ, ലീഗിനായി ചേലുള്ളതാണ്, പ്രശ്നമല്ല. രാഷ്ട്രീയത്തെ രാഷ്ട്രീയപരമായിട്ട് നേരിടുക. സമസ്തൻ്റെ 100 വർഷം എടുത്തു നോക്കിയാൽ ഒരു പെറ്റി കേസോ ഒരു തീവ്രവാദമോ ഒരു വർഗീയ പരാമർശമോ ഇല്ലാത്തതാണ്. ആ വക ഇതായിട്ട് ഇങ്ങോട്ട് വരരുത്. എൻ്റെ ഈ രാഷ്ട്രീയ തട്ടിപ്പുമായിട്ട് അബ്ദുസമ പൂക്കോട്ടൂരും നാസർ ഫൈസി കൂടത്തായും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് വരരുത്. അവിടെ പുറത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ഒരുമിക്കുക, കൂടുക, എന്ത് പറയുവാണെങ്കിലും ചെയ്തോളി. സമസ്തൻ്റെ കൊടി ഉപയോഗിച്ചാണ്ടും സമസ്തൻ്റെ വേദി ഉപയോഗിച്ചാണ്ടും പണക്കാട്ട പൈതൃകം എന്ന് പറഞ്ഞാണ്ട് അവിടെ വന്നുകൊണ്ട് തീവ്രവാദം സംസാരിക്കുക. ഇത് നാക്കുപിയാണ്. നാക്ക് പേക്കുവേ സമസ്തനായിട്ടല്ലേ കളിച്ചതേ, അത് ഉണ്ടാവുമേ. ജിഫ്രി തങ്ങളൊന്ന് ഇരുത്താൻ വേണ്ടി നോക്കിയതല്ലേ, കിട്ടിയില്ലേ, കണക്കിന് കിട്ടിയില്ലേ, എന്താ പറച്ചില്? ആകെ കൊണ്ട് തൂറി വിരക്കുകയാണ് മറ്റേ മാധ്യമക്കാരുടെ ചോദ്യത്തിന് മുന്നിൽ. അപ്പോൾ ജിഫ്രി തങ്ങൾ ഞങ്ങൾ നേതാവാണ്, ജിഫ്രി തങ്ങളാണ് അത് പറയേണ്ടത്. എത്ര ജിഫ്രി തങ്ങളാണ് പറയണത്? അപ്പം അങ്ങ് ജിഫ്രി തങ്ങൾ ഓർമ്മക്കുണ്ട് ഇല്ലേ, ഓർമ്മയില്ലാത്ത കേടൊന്നുമില്ല. അതാണ് അള്ള പറയിപ്പിച്ചെന്ന് പറഞ്ഞാൽ അതാണ്. മനസ്സിലായി? ഞങ്ങൾക്ക് പലവട്ടം പറഞ്ഞിട്ടുണ്ട് സമസ്തൻ്റെ കൊടി ഉപയോഗിച്ചാണ്ട് രാഷ്ട്രീയ പാർട്ടിയെ വളർത്താൻ ശ്രമിക്കരുത്, അത് വേറെ വേദി കെട്ടിയാണ്ട് പറഞ്ഞുകൊണ്ട്. ഷാജി ചെറിയാൻ പറഞ്ഞിരിക്കണമെങ്കിൽ അതിന് പറയാൻ അവിടെ ഷാജി ഉണ്ട്, മുസ്ലിം ലീഗിൻ്റെ കൊടി ഉണ്ട്, നിങ്ങളെ നേതാക്കളുണ്ട്, അവിടെയൊക്കെ വരി പറഞ്ഞോളി. നിങ്ങൾ ആയിട്ട് സമസ്തൻ്റെ വേദി ഉപയോഗിച്ചാണ്ട് പറയണ്ട, അത് പറയേണ്ടത് ജിഫ്രി തങ്ങളാണ്. ജിഫ്രി തങ്ങൾ പറഞ്ഞോളൂ. നാളെ ജിഫ്രി തങ്ങൾ ഒരു വട്ടം എന്നോട് പറഞ്ഞതല്ലേ, സമസ്തൻ്റെ കാര്യം നോക്കാൻ ഇവിടെ പ്രസിഡന്റും സെക്രട്ടറിയും മുഷാവറംഗങ്ങളും ഉണ്ട്, നാസറേജ് നോക്കണ്ടെന്ന് വളരെ വ്യക്തമായി പേരെടുത്ത് പറഞ്ഞതല്ലേ. എന്നിട്ട് ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കുക സമസ്തൻ്റെ പേരിൽ. വഹാബികളെ കൂടിയാണ്ട് തീവ്രവാദ പട്ടം ചാർത്തി തരാനാണ് നിൽക്കുന്നത്. ഈ നാസർ ഫൈസിനൊക്കെ എടുത്താണ്ട് എന്നോ സമസ്തയിൽ നിന്ന് എടുത്ത് പുറത്തിടണം. എന്തിനാണ് ഇങ്ങനെ പേറിയാനെ നടന്നാൽ നമ്മളൂടി നാറൂലേ? അതൊക്കെ എടുത്ത് പുറത്തിടണം. ഇമ്മായിട്ട് ആളുകളെ സമസ്തൻ്റെ ഔദ്യോഗിക പരിപാടി വെക്കുമ്പോൾ സമസ്തൻ്റെ മുഷാവറയുടെ അനുമതി ഇല്ലാതെ വെക്കാനാക്കിയത്. നളന്തയിൽ പരിപാടി വെച്ച് അത് കൊളായി, കുറുവാ സംഘം ഉണ്ടാക്കി അത് കൊളായി, കോഴിക്കോട് പരിപാടി വെച്ച് അത് കൊളായി, ഇപ്പോൾ അവിടെയും വെച്ച് അതും കൊളായി. ആളുകൾ വിലയിരുത്തൂലേ? പൊട്ടത്തരം വിളിച്ചു പറഞ്ഞാണ്ട് അത് എനിക്ക് പേച്ചതാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞത് ചെറിയ പേവ് പറ്റിയതാണ്. എന്ത് ഉദാഹരണം പറഞ്ഞു പേവ് പറ്റാൻ? ആരപ്പോൾ എന്നോട് അവിടെ പറയാൻ പറഞ്ഞ്? 100-ാം വാർഷികത്തിൻ്റെ പ്രചരണം എന്ന് പറഞ്ഞാൽ അതാണ് പറയല്, പാണക്കാട് പൈതൃകം എന്ന് പറഞ്ഞാൽ അതാണ് പറയല്. അത് പോട്ടെ, അത് വേറെ രസം, അത് പറയാക്കല്ലേ. ഇങ്ങനെ ഉണ്ട് ആൾക്കാർ സമസ്തനെ പറയിപ്പിച്ചാൻ. ഇതിനൊക്കെ സംഘടനയിൽ നിന്ന് എടുത്ത് പുറത്താക്കണമെന്ന്. തെക്കുപീർ കിട്ടണില്ല എന്ന് വിചാരിച്ചാണ്ട് ആൾക്കാരെ ലീഗുകാരെ കൂട്ടിയാണ്ട് വോയിസ് വിട്ടാണ്ട് 20 വളണ്ടിയർമാർ എല്ലാ യൂണിറ്റൊന്നും വരണം, വൈറ്റ് കാർഡിൻ്റെ ആളുകൾ വരണം എന്ന് പറഞ്ഞ് വോയിസ് വിട്ടുകാണ്ട് പ്രചരണം നടത്തി പരിപാടിയൊക്കെല്ല ലീഗിൻ്റെ പരിപാടിയാക്കി വെച്ചൂടെ? എന്തിനാണ് സമസ്തൻ്റെ കീഴിൽ ഇങ്ങനെ ഇടങ്ങേറായി പരിപാടി വെക്കണേ? ഞങ്ങളും സമസ്തയിലുണ്ട്, ആളുകളുണ്ടെന്ന് വരുത്തി തീർക്കാനാ? നാണോ മാനൂസറും പുള്ളി ചങ്ങന്മാരെ ഞങ്ങൾക്ക് ഉളുപ്പില്ലേ? ഇനി നേതാക്കന്മാർ ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സമസ്തക്ക് വളരെ ചീത്തപ്പേരുണ്ടാവും. ആയിട്ട് ആളുകളെ സമസ്തയിൽ നിന്ന് പുറത്താക്കണം. അതിന് നമ്മൾ പ്രമേയം പാസ്സാക്കുക തന്നെ വേണം. എന്തിനാണ് ഇങ്ങനത്തെ ആളുകളെ നമ്മൾ താങ്ങി നടക്കണത്? വിഡ്ഢിത്തം മാത്രം വിളിച്ചു തരാം. സമസ്തക്കെതിരെയല്ലേ തിരിഞ്ഞത്, പിന്നെ അങ്ങനെ പൊട്ടത്തരല്ലാതെ വിളിച്ചു പറയുമോ? എന്തിനാണ് ഇപ്പോൾ അവിടെ ആ ഉദാഹരണം പറയേണ്ട വല്ല കാര്യം ഉണ്ടേനോ? അല്ലെങ്കിൽ ഒരാൾ തീവ്രവാദം പറഞ്ഞ് ഇനിയിപ്പോൾ ആരാവട്ടെ, വെള്ളാപ്പള്ളി ആവട്ടെ, അല്ലെങ്കിൽ സാജി സക്രിയ ആവട്ടെ, അല്ലെങ്കിൽ സാജി ചെറിയനാവട്ടെ, ആരാവട്ടെ എന്ന് വിചാരിച്ചാൽ നമ്മൾ അതേമാതിരി തിരിച്ചു പറയാൻ പാടുണ്ടോ? നമ്മൾ മതസൗഹാർദ്ദമല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്? നമ്മളെ പഠിപ്പിച്ചത് അതല്ലേ? ഇതുപോലും ചിന്തിക്കാനുള്ള അന്തല്ലേ? ഇപ്പോൾ മയക്കാണ്ട് കിട്ടും, 4 ആളെ കാണുമ്പോഴത്തേനും അങ്ങോട്ട് പറയല, ബസ്രയിലേക്ക് ഈത്തപ്പയം കയറ്റരുത്, എന്തൊക്കെയാണ് പറയണത്? എനിക്കറിയാം എന്താ പറയേണ്ടത്, എനിക്കറിയാം. അപ്പോൾ അറിഞ്ഞുകൊണ്ട് പറഞ്ഞു തന്നെയാണ് സമസ്തനെ അവഹേളിക്കാനും വേണ്ടി. ഇതല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല. എടുത്ത് പുറത്തിടണം ഇങ്ങനത്തെ ആളുകളൊക്കെ. എന്തിനാണ് ഇങ്ങനത്തെ ആളുകളൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുന്നത്? സമസ്തയിൽ നിന്ന് എടുത്ത് പുറത്താക്കണം. ഇങ്ങനത്തെ ആളുകൾ സമസ്തയിൽ വെച്ചാൽ സമസ്തക്ക് ചീത്തപ്പേരല്ലേ? സമസ്ത ലീഗിൻ്റെ ഭാഗമാണ്, ലീഗ് സമസ്തൻ്റെ ഭാഗമാണെന്ന് വ്യക്തി തീർക്കാനും വേണ്ടി കുറേ ആളുകൾ തലകെട്ട് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളങ്ങനെ ഗദ്യട്ട് കാണ്ട് അങ്ങനെ ആക്കൊന്നും വേണ്ട. എന്തൊക്കെയാണ് പ്രസംഗം! ഇവിടെ ഏറ്റവും കൂടുതൽ AP ക്കും തമ്മിൽ തല്ലിച്ച ആളിൽപ്പെട്ട ആളാണ് നാസർ ഫൈസി കൂടത്തായും അബ്ദുസമ പൂക്കോട്ടൂരും.
സമുദായം ഒരുമിച്ച് പോകണം എന്ന് സംസുലമ പറഞ്ഞ കാലം മുതൽ പ്രസംഗിച്ചുകാണ്ട് മഹല്ലുകളിലും വന്നുകാണ്ട് പ്രസംഗിച്ച ആളുകൾ ഇന്ന് പറയാണ് കാന്തപുര ഉസ്താദ് അങ്ങനെ പറഞ്ഞു, കാന്തപുര ഉസ്താദ് ഒരുമിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പണക്കാട്ടെ തങ്ങളെ കൂട്ടിക്കാണ്ടാണ് ഒരുമിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് സുന്നികളായ ആളുകൾ തീരുമാനിച്ചു എങ്ങനെ ഒരുമിക്കണം, എപ്പോൾ ഒരുമിക്കണം, എന്താവും. അതിന് നിങ്ങൾ ബേജാറായിട്ട് കാര്യമില്ല. അതൊക്കെ തീരുമാനമായതുമാണ്. അതൊക്കെ അതിൻ്റെ ആ സമയമാകുമ്പോൾ വരും. അതിന് പണക്കാട്ടെ തങ്ങളെ കൂട്ടിയില്ല അറിഞ്ഞാണ് നൂലേൽച്ചിട്ട് കാര്യമില്ല. ആദരവും ബഹുമാനവും ചോദിച്ചു വാങ്ങേണ്ട സംഗതിയല്ല, ആളുകൾ അറിഞ്ഞു കൊടുക്കേണ്ട സംഗതിയാണ്. ആദ്യമായിട്ടാണ് വിളിച്ചെടുത്തിയാണ്ട് ആദരവും ബഹുമാനവും കൊടുക്കണം എന്ന് പറഞ്ഞു കേൾക്കണത്. ആളെ കൊണ്ട് പറയിച്ചാൻ, ആ തറവാടിനെ പറയിപ്പിച്ചാനല്ല. എന്തിനാണ് ഇപ്പോൾ ആ പരിപാടി വെച്ചത്? സമുദായത്തിന് ഇതിൽ തമ്മിൽ തല്ലിച്ചാനും വേണ്ടിയിട്ട് തീവ്രവാദ വർഗീയത പറയല. സമസ്തക്ക് ഇന്നേ വരെ ചീത്തപ്പേരുണ്ടായിട്ടില്ല. ഇങ്ങനത്തെ പൊട്ടത്തരം വിളിച്ചു അറിഞ്ഞാണ്ട് എന്നിട്ട് മാധ്യമങ്ങളെ വിളിച്ചെടുത്തിയാണ്ട് പിന്നെ പറയാം അത് എനിക്ക് പറ്റിയൊരു സ്കലിതാണെന്ന്. സ്കലിത ഇടക്കിടക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് ആദ്യം മനസ്സിലാക്കണം. സമസ്തൻ്റെ കുരുത്തക്കേടാണ്. പണ്ഡിതന്മാരെ ഇകയത്തി കാണിച്ചാൽ നിങ്ങൾ കുറച്ച് കുഞ്ഞാപ്പുകൾ തലേ കെട്ടിയ രാഷ്ട്രീയക്കാർ, അതെല്ലാത്തിലും ഉണ്ട്. തലേ കെട്ടിയ രാഷ്ട്രീയക്കാർ ലീഗ് വളർത്താനും വേണ്ടിയിട്ട് സമസ്തനെ കൊണ്ടുപോകാമെന്ന് ശ്രമിക്കണേ. അത് വെറുതെ നടക്കൂല. നമുക്കവിടെ നടത്താം. പിന്നെന്താണ്, തിന്ന ചോറിന് നന്ദി കാണിക്കണം എന്നല്ലേ? വെയിറ്റ് ആൻഡ് സീ. നമുക്ക് തിന്ന ചോറിന് നന്ദി കാണിക്കാം. കാത്തിരിക്കുക നമ്മൾ കേട്ടോ. കഴിഞ്ഞിട്ടില്ല, ഞങ്ങളെ 100ാം വാർഷികം കഴിയട്ടെ. എന്നിട്ട് ഞങ്ങൾ തിന്ന ചോറിന് നന്ദി കാണിച്ചു തരുന്നുണ്ട്. നല്ല നിലക്ക് എങ്ങനെ ഇനി പോയിന് ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സമസ്തയും പോയിനത് എങ്ങനെയാണെന്നുള്ളത് നല്ല നിലക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ പറയണം തിന്ന ചോറിന് നന്ദി കാണിക്കണം എന്നുള്ളത്. നന്ദികേട് കാണിച്ചതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സമസ്ത മാറ്റി നിർത്തപ്പെട്ട CICയും വാഫി കോളേജിനെയും കുറിച്ചാണ്ട് സമസ്ത മുഷാവറാംഗങ്ങളെ ഇരുത്തിക്കാണ്ട് ഇത് നമ്മളെ സംഘടന ഇതാണെന്ന് പറഞ്ഞപ്പോൾ എന്തേ തിരിച്ചു പറയാഞ്ഞത്? സമസ്തയുടെ മുഷാവറ തിരുത്ത തീരുമാനമാണ് CICയെ മാറ്റി നിർത്താനും വാഫി കോളേജിനെ മാറ്റി നിർത്താനും എന്നുള്ളത് പറയണ്ടേ? സാദിഖ് അലി തങ്ങൾ അങ്ങനെ പറയുമ്പോൾ തിരുത്തവിടെ പറയണ്ടേ? എന്തേ പറയാഞ്ഞത്? സമസ്തക്കാരനാണെങ്കിൽ പറയണമല്ലോ. അപ്പം നിങ്ങളൊക്കെ അതിന് അനുകൂലമാണെന്നാണല്ലോ ഈ പറഞ്ഞു വരുന്നത്. ഓലെ കമ്മിറ്റി ആയിക്കാണ്ട് തീരുമാനിച്ചാണ് അതിൽ അഭിപ്രായം പറയാൻ. എന്നിട്ട് ഓലെന്നെ പറയണത് നമ്മളെ കോളേജാണെന്ന് പറഞ്ഞ് കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് കൂട്ടിപ്പോയിക്കൂടെ? എന്നാൽ പിന്നെ അത് പറയാം. ആ നിലപാടെങ്കിലും പറയാം. നമ്മൾ സമസ്ത ഇങ്ങനെയാണ് ഞങ്ങളെ ഈ മധ്യസ്ഥന്മാരുടെ തീരുമാനം സമസ്തയോട് ചേർത്ത് നിർത്താനാണെന്ന് പറയാം. എന്നാൽ ഓപ്പണായി പറയണ്ടേ? ഇഫ്രീത്തങ്ങൾ പറഞ്ഞ നിലപാട് കേട്ടില്ലേ? സമസ്ത മുഷാറിൻ്റെ നിലപാട് കേട്ടില്ലേ? എന്താ ചെയ്യുക? എന്നിട്ട് സമസ്തനെ അവഹേളിക്കാനും വേണ്ടി ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. എന്നിട്ട് ഒരു മാപ്പ് വേക്കലും പറയിപ്പിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനത്തെ ആളുകളൊക്കെ ഒന്നും സമസ്തൻ്റെ കൊടിയും കൊടുക്കരുത്, വേദിയും കൊടുക്കരുത്. ആരാണ് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഈ ഇത് കൊടുക്കണമെന്നാണ്. സമസ്തൻ്റെ പോഷക സംഘടനയാണ്. 16 പോഷക സംഘടനകളാണ് സമസ്തക്കുള്ളത്. അവർ പരിപാടി വെക്കണമെങ്കിൽ സമസ്തനോട് ചോദിച്ചിട്ട് വേണമെന്നുള്ള ഇത് വേണം നമുക്ക്. ഇനി അല്ലാതെ തോന്നിയവർക്ക് സമസ്തൻ്റെ കൊടിയും വെച്ച് പരിപാടി വെക്കാൻ പറ്റുമോ? പണ്ട് 89-ലും തന്നെയാണ് സംഭവിച്ചത്. 89 വീണ്ടും ആവർത്തിക്കുകയാണ്. 89-ൽ ഞങ്ങളാണ് സമസ്ത എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പരിപാടി കൊടിയും വെച്ചാണ് നടത്തിയിട്ട് ആ കൂട്ടരാണ് പിന്നെ 89-ൽ പിരിഞ്ഞാണ്ട് പോയത്. ഇറക്കി വിട്ടു എന്നും പറയാം, ഇറങ്ങിപ്പോയി എന്നും പറയാം. ഇന്നിപ്പോൾ ഖേദപ്രകടനം നടത്തുകയാണ്. അപ്പോൾ ഒരുമിക്കാന്ന് കാണുമ്പോൾ മുതൽ കൂട്ടി പിടിച്ചാണ്ട് പറയാം കാന്തപുര ഉസ്താദ് അങ്ങനെയാണ്. കാന്തപുര ഉസ്താദിനെ ഏറ്റവും കൂടുതൽ ചീത്ത പറയിപ്പിച്ചതും ഈ നാസർ ഫൈസി കൊടുത്തതും മധുസമ പൂക്കോട്ടൂരാണ്. അത് ആർക്കെടുത്താലും നോക്കി അറിയുന്ന കാര്യമാണ്. അവരത് പറഞ്ഞുകൊണ്ടാണ് സകല വേദികളും കയ്യടി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സമുദായത്തെ തമ്മിൽ തല്ലിച്ചാണ്ട് രാഷ്ട്രീയ പാർട്ടിക്കും വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ സമസ്തയോട് കൂടാൻ ഒരു കൂട്ടം APക്കാരായ ആളുകൾക്ക് തിരിച്ചറിവുണ്ടായി എന്ന് തോന്നിയപ്പോൾ ഇപ്പോൾ പറയണം പണക്കാട്ട് തങ്ങളെയും കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ കൂടൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. നോണിയും പറഞ്ഞ് നടക്കുക. ആ പറഞ്ഞത് AP സ്ഥാനെ കൊണ്ട് പറയിച്ചാൻ പറ്റുമോ? ഞാൻ സർവൈസി കൂടത്തായിക്ക് നോണിയും പറഞ്ഞ് നടക്കുക. സമുദായത്തെ പറയിപ്പിക്കാനും വേണ്ടി, സമസ്തനെ പറയിപ്പിക്കാനും വേണ്ടിയിട്ട് സമസ്തൻ്റെ കൊടിയും വെച്ചാണ്ട് വേദി കെട്ടിയാണ് സംസാരിക്കാൻ ഒരിക്കലും ഏക്കാൻ പാടില്ല. ഈ SMF ആയാലും മറ്റേ ഏത് 16 സംഘടനയിൽപ്പെട്ട ഏത് സംഘടനയാണെങ്കിലും സമസ്തയോട് അനുകൂലിച്ച് നിൽക്കുന്ന പരിപാടി മാത്രമേ വെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ലീഗിൻ്റെ പരിപാടി വെച്ചാണ്ട് പറഞ്ഞോളി. നിങ്ങളെ സലാമല്ലേ ഇങ്ങനെ പരുന്ന ഇത് ഓണം ഇങ്ങനെ സംസാരിക്കണേ? ഓനക്ക് എന്താ സക്രിയ പറഞ്ഞതിൽ പറയല്ലേ? ഷാജൻ ചെറിയൻ പറഞ്ഞ് പറയല്ലേ? വെള്ളാപ്പള്ളി പറഞ്ഞ് പറയല്ലേ? അതേമാതിരി പറഞ്ഞോളി. ലീഗിൻ്റെ കൊടി വെച്ചാണ്ട് പറഞ്ഞോളി. എന്താണ് സമസ്തൻ്റെ കൊടിയും കെട്ടിയാണ്ട് ഇമ്മായത്തെ തീവ്രവാദ സംസാരങ്ങളും വർഗീയ സംസാരങ്ങളും സംസാരിക്കരുത്. എടുത്ത് പുറത്തിടണം അങ്ങനത്തെ ആളുകളെ. നാസർ ഫൈസി കൂടത്താനൊക്കെ എടുത്ത് പുറത്തിടേണ്ട സമയം എത്രയോ അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട്.